ഞാനല്ലാതെ വേറെ ആരാടി? അത് ചീത്തയാക്കിയിട്ട് പുതിയത് മേടിച്ചു കൊടുക്കേണ്ടി വരരുത്. നിങ്ങളുടെ സ്വഭാവം അറിയാന്നോട് പറയുക. നിന്റെ അസുഖം എന്താന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. 10-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനോട് ഒരു അറപ്പും വെറുപ്പും. നമ്മൾ എന്ത് ചെയ്താലും ഒരു ചൊറിച്ചിൽ വേണക്കൊണ്ടൊക്കെ നിനക്കൊക്കെ. എടി യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അറിയാത്ത പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ അതും പറഞ്ഞ് നിങ്ങൾ കളയേണ്ട കാര്യം എന്താ? എടിയേ, എന്റെ ഇപ്പാപ്പനും വല്യച്ഛനും ഒക്കെ മാർഗം കൂടിയെന്നല്ല ഒന്നാം തരം ക്രിസ്ത്യാനി ആടി. അതുകൊണ്ട് അവർക്കൊക്കെ മാർഗമുണ്ട്. എടി എന്റെ അപ്പം ബാപ്പി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നമ്മൾ ആരായിട്ട് ജനിച്ചോ അവരായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി. അങ്ങേ കാവിലെ കുറിയാനിരിക്കുന്നത് ആരാടി? എടി എന്റെ അപ്പൂപ്പൻ ആനാരിപ്പാടത്ത് വിളിച്ചോണ്ട് വന്ന് നിർത്തിയേക്കുക. എടിയേ, സ്വന്തമായിട്ട് കാവും മാടനുള്ള തറവാടാ നമ്മുടെ, അറിയാമോ? ഈ പറഞ്ഞതല്ലാതെ വേറൊന്നും ഇല്ലാന്ന് ഓർത്തോണം. ശശി ആരും അങ്ങനെ ഒന്നിനും മാറ്റുകയറുന്നുണ്ടടി. പൂരത്തൊഴിൽ മരം കേട്ടാണെങ്കിലും ആശാരിപ്പണി ചെയ്യും, കൽപ്പണി ചെയ്യും, സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കും, അത് റിപ്പയർ ചെയ്യും. കോലം തുള്ളല്, കോൽക്കളി, കാക്കാരിശ് നാടകം. എടിയേ, എന്റെ വരവ് കാക്കാനെ നീ കണ്ടിട്ടുണ്ടോ? എവിടെന്ന് കാണാനാ? വിളിച്ചോ. ബാങ്കിൽ നിന്ന് ഒരു കടലാസ് വന്നായിരുന്നു. ഇംഗ്ലീഷാണ്. ശശിയെ ഒന്നിനും മാറ്റം നിർത്തുന്നെന്ന് പറഞ്ഞല്ലേ? ഭരണഭാഷ മലയാളാണെന്ന് പറയും, എന്നിട്ട് സാധാരണക്കാർ ഇണ്ടാസായിക്കുന്നതോ ഇംഗ്ലീഷ്. അതെ, സർക്കാർ അയച്ച കടലാസ് അല്ല, ബാങ്കിൽ നിന്ന് അയച്ച കടലാസാ. ഫലത്തി രണ്ടും കൊള്ള സംഖ്യതാണ്. അങ്ങനെ ശാലിനി മോളെ കൊണ്ട് ഞാനോ ഒന്ന് വായിപ്പിച്ചു. ചെറുക്കനെ പഠിപ്പിക്കാൻ വാങ്ങിയ കാശ് അടച്ചു തീർത്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാ ഉള്ളടക്കം. മഴ പെയ്യുന്നാ തോന്നുന്നേ, അല്ലേടിയേ? പലിശയും കൂട്ടുപലിശയും കൂടി എടുത്തതിന്റെ 2 ഇരട്ടി തുകയാ ആ കടലാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാൻ പോയിട്ട് വന്നില്ലേടി? നീ നരച്ചല്ലോടി. ആ കച്ചാൽവാടിയുടെ തണ്ടിട്ട് കാച്ചി എണ്ണ വെറുതോടി. ബാങ്കിൽ നിന്ന് ഇങ്ങനൊരു പേപ്പർ വന്ന വിവരം മോനോട് പറയണം. പിന്നെ ആരോട് പറയണം? നിങ്ങൾ എങ്ങനെ വീട്ടിൽ തീർക്കും? അവൻ അങ്ങനെ വീട്ടിൽ തീർക്കൂടി. മോനെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അവൻ എഞ്ചിനീയർ ആയില്ലേ? അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്. എഞ്ചിനീയർ ആയ വലിയ വലിയ കമ്പനികൾ വന്ന് മോനെ കൊത്തിക്കൊണ്ട് പറക്കും. നമ്മൾ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തായി? കഴിഞ്ഞ 3 വർഷമായി ചെറുക്കൻ തെക്ക് വടക്ക് തേരാമര നടക്കുക. അവനവന്റെ കൊക്കിനൊതുങ്ങുന്നതിനെ കൊത്താവൂന്ന് പറഞ്ഞതാണോ? കൊച്ചനും താല്പര്യമില്ലാതിരുന്ന കാര്യം ഇപ്പൊ ബാങ്കുകാര് കടലാസ് അയച്ചപ്പോ അവരറിയണ്ടെന്ന്. എടിയേ, അവന്റെ മനസ്സ് വിഷമിക്കത്തില്ലേ? ഇതിന് പരിഹാരം ഉണ്ടാവണ്ടേ? ഈ താമസിക്കുന്ന കിടപ്പാടം ബാങ്കുകാർ കൊണ്ടുപോയാലോ? അയ്യോ, ഇല്ല
ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ബാങ്കേ ആ കാവിലിരിക്കുന്ന ആരാരിപ്പാടത്തെ അപ്പൂപ്പന്റെ അല്ല. എടുത്ത തുക മടക്കി അടയ്ക്കാതെ 3 വർഷം മുടക്കം വരുത്തിയത്. ശാലിനിയുടെ അച്ഛൻ പറഞ്ഞത്